നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് കേരളം. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പല ഭാഗങ്ങളിൽ, അതായത് മണ്ഡലങ്ങളുടെ വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ അറിയാനായി നമുക്ക് സന്തോഷിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുന്നു. കണ്ണൂരിൽ നിന്നും സന്തോഷം, എന്താണ് ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ കാണാൻ കഴിയുന്നത്? പോളിംഗ് സാമഗ്രികളുടെ വിതരണം നല്ല രീതിയിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ നിശബ്ദ പ്രചരണം അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പുരോഗതി എങ്ങനെയാണ്? അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ തിരക്കിട്ട നീക്കങ്ങളിലാണ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എല്ലാം. എന്താണ് വിവരങ്ങൾ? മനു, കണ്ണൂർ ജില്ലയിൽ സ്വതന്ത്രവും സമാധാനപരവുമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിച്ചു. ജില്ലയിലെ 1857 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി 2231 വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും സമാധാനപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റൂട്ട് മാർച്ച് ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ അവസാനവട്ട പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല അച്ചടക്കത്തോടുകൂടിയും അല്ലെങ്കിൽ കൃത്യമായും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ 134 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 134 പ്രശ്നബാധിത ബൂത്തുകളും 34 മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബൂത്തുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് സേന ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിൽ സ്വതന്ത്രവും സമാധാനപരവുമായും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യമായ നടപടികൾ എല്ലാം തന്നെയും സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ 1.5 മാസത്തോളം നീണ്ടുനിന്ന ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്നലെ പരിസമാപ്തിയായതോടുകൂടി ഇന്ന് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവസാന വട്ടം വോട്ടുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിശബ്ദ പ്രചരണമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനം അതിൻ്റെ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവസാന വട്ടത്തിലുള്ള മുഴുവൻ പേരുടെയും വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു. ഇനി ഏറ്റവും അധികം രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് പാർട്ടി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും സന്തോഷം. ഒപ്പം തന്നെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾക്കായുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? പഴുതടച്ച രീതിയിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും മനു, ജില്ലയിൽ ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള പോലീസ് സംവിധാനം വളരെ കാര്യക്ഷമമായി തന്നെ ഉണർന്നു തന്നെ പ്രവർത്തിക്കുകയാണ്. റൂട്ട് മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ട് സമാധാനപരമായി ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ പോലീസ് സേന ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ 134 പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കും തിരിയാത്ത തരത്തിൽ ഒരു തരത്തിലുള്ള മറ്റ് വിഷയങ്ങളും ഉണ്ടാകാതെ ഏറ്റവും സമാധാനപരമായ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബൂത്തുകളിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ സംഘർഷത്തിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഏതായാലും പോലീസിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് അത് തടയാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ UDF പ്രവർത്തകർ കല്ലേറിനും അതോടൊപ്പം തന്നെ പോലീസുകാരുമായി സംഘർഷത്തിന് ശ്രമിച്ചെങ്കിലും വളരെ കൃത്യമായ ഇടപെടലിലൂടെ അത് നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് ഏറ്റവും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെയുള്ള ഇടപെടലുകളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്വതന്ത്രവും സമാധാനപരവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉള്ളത്.
ശരി, സന്തോഷം. ഞാൻ സന്തോഷിലേക്ക് എത്താം. ഇപ്പോൾ കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സണ്ണി, കാസർഗോഡ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തെരഞ്ഞെടുപ്പിനുള്ള പൂർണ്ണമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞോ? പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർക്കൊക്കെ ഏത് സമയത്തേക്ക് ബൂത്തുകളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്? മനു, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തില് 1371 ബൂത്തുകളാണ് ഉള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലെ മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെ വരുന്ന 7 അസംബ്ലി മണ്ഡലങ്ങൾ 3 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിലാണ് വിതരണങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 3871 ജീവനക്കാരെയാണ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. പ്രത്യേകിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ പോലും ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നുള്ളതും കാസർഗോഡിന്റെ സവിശേഷതയാണ്. രാവിലെ 8 മണിക്ക് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഇപ്പോൾ ജീവനക്കാർ ഈ സെന്ററുകളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഇവയുടെ വിതരണം പൂർത്തിയാകും. വൈകുന്നേരത്തോടുകൂടി 4 മണിയോടുകൂടി എല്ലാ ബൂത്തുകളിലും പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ 13,60,872 വോട്ടർമാരാണ് ഉള്ളത്. സ്ത്രീകൾക്കാണ് മുൻതൂക്കം. അതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തന്നെ 1 ലക്ഷത്തിലധികം, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 1 ലക്ഷത്തിലധികം വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. 1.5 ലക്ഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 1.5 ലക്ഷത്തോളം വോട്ടർമാർ വർദ്ധിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ളതാണ് ബൂത്തുകളുടെ ക്രമീകരണം. 43 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. സുരക്ഷാ സംവിധാനവും ശക്തമാണ്. അർദ്ധസൈനിക വിഭാഗത്തിൻ്റെത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. LDFന്റെ സ്ഥാനാർത്ഥി KP സതീശചന്ദ്രൻ ഇപ്പോൾ നീലേശ്വരം അദ്ദേഹത്തിന്റെ സ്വദേശമായ നീലേശ്വരം നഗര പരിധിയിലുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് വ്യക്തിബന്ധങ്ങൾ പുതുക്കുന്നതിനും അവരെ വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനത്തിലാണ്. രാവിലെ മുതൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. ഉണ്ണിത്താൻ, UDFന്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനം അദ്ദേഹം നടത്തുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകളിലാണ് രവീശ തന്ത്രി കുണ്ടാർ തന്റെ വോട്ടഭ്യർത്ഥന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ശരി, സണ്ണിലേക്ക് എത്താം. ഇപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ കളക്ടർ വ്യക്തമാക്കിയിരുന്നു എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ. ഈ സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ പൂർത്തിയാവാറായിട്ടുണ്ടോ? മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഏകദേശം 1.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പരസ്യ പ്രചരണത്തിന് ഇന്നലെ അവസാനമാകുന്നു. ഇന്നിനി നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. വോട്ടുറപ്പിക്കാൻ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ? ഷീജ, കേൾക്കാമോ? മനു, തീർച്ചയായും ഏതായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് പുരോഗമിക്കുക തന്നെയാണ്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരം മണ്ഡലം അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലം, ഈ 2 മണ്ഡലങ്ങളിലായി നാളെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്നത് 27.12 ലക്ഷം സമ്മതിദായകരാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ജില്ലയിൽ 2715 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 24 ഈ VVPAT മെഷീൻ, അതോടൊപ്പം തന്നെ ബാലറ്റ് യൂണിറ്റ്, അങ്ങനെ തുടങ്ങി 24 ഐറ്റമാണ് ഈ ഓരോ പോളിംഗ് ബൂത്തിലേക്കും വന്ന് സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടുന്നത്. കൃത്യമായ രീതിയിൽ ഇവിടെ നിന്നും സുരക്ഷാ സംവിധാനങ്ങൾക്കിടെ കൃത്യമായ സുരക്ഷ ഒരുക്കിയാണ് ഇവയെല്ലാം ഇവിടെ സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് ഈ സ്ട്രോങ് റൂമുകൾ തുറന്ന് ഇവിടെ നിന്നും മെഷീനുകൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്നത്. ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും ക്രമീകരിച്ചിട്ടുള്ള വാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനത്തോടു കൂടി തന്നെയായിരിക്കും ഓരോ പോളിംഗ് ബൂത്തിലേക്കും പോകുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറായിട്ടുള്ള K. വാസുകി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഓരോ പോളിംഗ് ബൂത്തിലും എത്തി അത് കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളും ജില്ലയിൽ കൃത്യമായ രീതിയിൽ സജ്ജമാകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്.
അതിനുശേഷം പൂർണ്ണമായും സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ തന്നെയായിരിക്കും ഓരോ പോളിംഗ് ബൂത്തുകളും ഉണ്ടാവുക. തുടർന്ന് നാളെ രാവിലെ 5:30 തന്നെ എല്ലാ പോളിംഗ് ബൂത്തിലും ഉദ്യോഗസ്ഥർ എത്തി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. കൃത്യം 6 മണിക്കായിരിക്കും മോക്ക് പോൾ നടക്കുക. അതിനുശേഷം മാത്രമാണ് വോട്ടിംഗ് ആരംഭിക്കുക. 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിംഗ് സമയം. അതിനുശേഷം വോട്ടിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ 6 മണിയോടുകൂടി ഈ വോട്ടിംഗ് മെഷീനുകൾ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ശേഖരിച്ച് വോട്ടെണ്ണൽ കേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരത്ത് മാർവാന്യൂസ് നാലാഞ്ചിറ മാർവാന്യൂസിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം. അതുകൊണ്ട് തന്നെ 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളുടെ വോട്ടുകൾ അവിടെ തന്നെയാണ് എണ്ണുന്നത്. അവിടേക്ക് എത്തിക്കുന്നതായിരിക്കും. തുടർന്ന് ഈ പറയുന്നത് പോലെ തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ അവിടുത്തെ സ്ട്രോങ് റൂമിൽ ഇവയെല്ലാം സൂക്ഷിക്കുന്നതായിരിക്കും. തുടർന്ന് ഒരു മാസത്തിന് ശേഷം മെയ് 23 മാത്രമായിരിക്കും, വോട്ടെണ്ണൽ ദിവസം മാത്രമായിരിക്കും ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുക. ഏതായാലും ജില്ലയിൽ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പോളിംഗ് ബൂത്തുകളിലേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് ഇവിടെ നിന്നും വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം സുഗമമായ രീതിയിൽ പുരോഗമിക്കുക തന്നെയാണ്. ഏതായാലും ജില്ലയിൽ 800ഓളം പ്രശ്നസാധ്യത ബൂത്തുകളാണ് നിലവിലുള്ളത്. ഇതിൽ 132 ബൂത്തുകളിലാണ് ഇപ്പോൾ ഏതായാലും വെബ്കാസ്റ്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 97 വൾണറബിൾ ബൂത്തുകളുമുണ്ട്, അതീവ പ്രശ്നസാധ്യത ബൂത്തുകളുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം സുരക്ഷാ സംവിധാനം കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വാസുകി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് മനു സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾക്ക് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വ്യക്തികൾ, അതോടൊപ്പം ആരാധനാലയങ്ങൾ, ആ രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏതായാലും അവരുടെ പ്രചാരണം ഇന്ന് പുരോഗമിക്കുന്നത്. എന്തെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കാണാൻ കഴിയാത്തതുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുക. ആ രീതിയിലാണ് ഏതായാലും ഇന്നിപ്പോൾ പ്രചാരണ പരിപാടികളിൽ സ്ഥാനാർത്ഥികൾ മുഴുകിയിട്ടുള്ളത്. ഒപ്പം മുന്നണികളാകട്ടെ കൃത്യമായ രീതിയിലുള്ള കൂട്ടിക്കഴിച്ചിലുകൾ. കാരണം ഏതൊക്കെ രീതിയിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അവിടെയെല്ലാം പോയി അതെല്ലാം കൃത്യമായ രീതിയിൽ മെക്കോർ ചെയ്യുക. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നടപടികൾ ഒക്കെ തന്നെ മുന്നണികളുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ രീതിയിലുള്ള പൂർണ്ണമായുള്ള പ്രചരണവും അവസാന ഘട്ടത്തിലേക്കെത്തും. നാളെ രാവിലെ 7 മണിക്ക് കേരളം പോളിംഗ് ബൂത്തിലേക്കും. മനു. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സമഗ്രമായ വിശദാംശങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ശരത്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ദില്ലിയിൽ നിന്നും. ശരത്ത്, ഏകദേശം 116ഓളം സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു ഘട്ടമാണ് ഇതെന്ന് പറയാൻ വേണ്ടി കഴിയും. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്? ഏത് രീതിയിലാണ് നമുക്ക് ഈ ഏറ്റവും സുപ്രധാനമായ വലിയ ഘട്ടങ്ങളിൽ ഒന്നായ നാളത്തെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണേണ്ടത്? മനു, 3ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേശീയ തലത്തിലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 116 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ ഘട്ടത്തിൽ നടക്കുക. ഏറ്റവും പ്രധാനമായും ഒരു പ്രത്യേകത, 2 പ്രധാനപ്പെട്ട രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും അധ്യക്ഷന്മാർ 3ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. മറ്റൊന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും ജനവിധി തേടുന്നു. ഈ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാർ മത്സരിക്കുന്ന ഘട്ടമാണ് എന്നുള്ളത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ കൂടാതെ 96 സീറ്റുകളിൽ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ ഏറ്റവും പ്രധാനം ഗുജറാത്താണ്. കാരണം ഗുജറാത്തിലെ 26 സീറ്റുകളും ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. അതുപോലെ തന്നെ ഗോവയിലെ 2 സീറ്റുകളും കേരളത്തെ കൂടാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഈ രീതിയിൽ 17 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 3ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി 302 സീറ്റുകളിലെ വോട്ടെടുപ്പാണ് നാളെ പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത്. അതായത് പകുതിയിലേറെ വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്ന സാഹചര്യം 3ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ച ഗുജറാത്തിന്റെ സാഹചര്യത്തിലേക്ക് തന്നെ വന്നാൽ, അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വന്നാൽ, കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് BJP തൂത്തുവാരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. BJP അപ്രമാദിത്വം നേടിക്കൊണ്ട് കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പരാജയം
ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു 2014 ഒരു മുന്നേറ്റം BJP ഉണ്ടാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു എത്രത്തോളം മെച്ചപ്പെടാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത് ഗുജറാത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ 99 സീറ്റുകളിലേക്ക് പിടിച്ചുകെട്ടാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം അൽപേഷ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ഠാക്കൂർ വിഭാഗം ഇത്തവണ കോൺഗ്രസിനെ പിന്തുണയ്ക്കാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പട്ടേൽ സമരത്തിന്റെ വലിയ ഗുണഭോക്താക്കളായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇത്തവണയാകട്ടെ പട്ടേൽ സമരമൊക്കെ തന്നെ അതിന്റെ ആവേശമൊക്കെ തന്നെ കെട്ടടങ്ങിയിരിക്കുന്നു. ഹാർദിക് പട്ടേലിനെതിരെ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് കോൺഗ്രസ് അംഗത്വം എടുത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം പട്ടേൽ സമുദായത്തിനിടയിൽ തന്നെയുണ്ട്. അവയൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ എത്ര സീറ്റ് കോൺഗ്രസിന് അധികം നേടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെറിറ്റ് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണത്തിൽ നിന്നും ഒരു സീറ്റ് അധികം കിട്ടിയാലും അത് അവരുടെ ടാലിയിൽ വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുക. മറ്റൊന്ന് പ്രധാനമായും 14 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയും അതുപോലെ തന്നെ കർണാടകയുമാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും BJPയും വ്യത്യസ്തമായി മത്സരിച്ചിട്ട് പോലും BJPക്ക് മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. 7 സീറ്റുകൾ BJP തനിച്ച് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു 14 സീറ്റുകളിൽ ഏറ്റവും പ്രധാനമായും മത്സരം നടക്കുന്നത് NCP അതുപോലെ തന്നെ BJP ശിവസേന സഖ്യം തമ്മിലാണ്. NCPയുടെ 4 സീറ്റ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ NCPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഒരു അഡ്രസ് നിലനിർത്തണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വിജയം ഉറപ്പാക്കാൻ സാധിക്കേണ്ടതുണ്ട്. NCP സ്ഥാപകൻ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ ബാരാമതിയിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഈ 3ാം ഘട്ടത്തിൽ കടുത്ത മത്സരമാണ് ഇത്തവണ അവർ നേരിടുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ കർണാടകയിലേക്ക് വരികയാണെങ്കിൽ കർണാടകയിൽ ഈ ഒരു 14 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി മുഴുവൻ മണ്ഡലങ്ങളിലെയും 28 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകും. ഏറ്റവും പ്രധാനമായും 14 സീറ്റുകളിൽ കഴിഞ്ഞ തവണ കുറേയേറെ സീറ്റുകൾ BJPക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എങ്കിൽ ഇത്തവണ കോൺഗ്രസ് JDS സഖ്യം വരുന്നതിന്റെ ഭാഗമായുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സഖ്യമുള്ളത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മല്ലികാർജുന ഖാർഗെ ഇത്തവണ ജനവിധി തേടുന്നുണ്ട്. 3ാം ഘട്ടത്തിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ കൈവിടാത്ത മണ്ഡലം എന്നുള്ള നിലയിൽ വിജയിച്ചു കയറാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ദക്ഷിണേന്ത്യ പൂർണ്ണമായും വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. അതിൽ ഒറ്റ ഒരു മണ്ഡലം മാത്രമാണ് വോട്ടെടുപ്പ് നടക്കാൻ ബാക്കിയുണ്ടാവുക. അത് തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലമാണ്. വെല്ലൂർ മണ്ഡലത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊന്ന് നക്സൽ ബാധിത പ്രദേശമായിട്ടുള്ള ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പല സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഛത്തീസ്ഗഡിലുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഛത്തീസ്ഗഡിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJP വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ എല്ലാം തന്നെ 6 മണ്ഡലങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് വിജയിച്ച ഏക മണ്ഡലമായിട്ടുള്ള താമ്രധ്വജ് സാഹു എന്ന കോൺഗ്രസിന്റെ ഏക MP വിജയിച്ചിട്ടുള്ള മണ്ഡലം ദുർഗ് മണ്ഡലത്തിലേക്കും ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. താമ്രധ്വജ് സാഹു തന്നെയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിച്ചു വരാൻ വേണ്ടി പറ്റിയതും സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി പറ്റിയതും ഇത്തവണ അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടി പറ്റും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. മറ്റൊന്ന് പ്രധാനമായും ഒഡീഷയാണ്. ഒഡീഷയിലെ 6 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ കഴിഞ്ഞ തവണ BJD നിലനിർത്തിയ സീറ്റുകളാണ്. BJDയിൽ നിന്നും ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒഡീഷ വലിയ പ്രതീക്ഷയോടുകൂടി അവർ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമാണ്. ആ നിലയ്ക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ തന്നെയാണ് അവർ മത്സരിപ്പിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രതിസന്ധി BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ ഒരു ക്യാമ്പയിനൊക്കെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ പല തവണകളിലായി ഒഡീഷയിൽ എത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJP അധ്യക്ഷൻ അമിത്ഷായൊക്കെ തന്നെ പ്രചരണത്തിനെത്തുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും താഴേക്കിടയിൽ മത്സരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ജനകീയ മുഖങ്ങളായി അവതരിപ്പിക്കാൻ വേണ്ടി നേതാക്കന്മാരില്ലാത്ത ഒരു പ്രതിസന്ധി ഒഡീഷയിൽ BJP നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് പ്രധാനമായും ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം. നാളത്തെ 116 സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഏകദേശം പകുതിയിലേറെ, അതായത് 302ഓളം സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ
പൂർത്തിയാകും. അതായത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പകുതിയിലേറെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നാളത്തോടെ പൂർത്തിയാകും. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ സീറ്റുകൾ, തമിഴ്നാട്ടിൽ അടക്കം ബാക്കിയുള്ള സീറ്റുകളിലടക്കം നാളെ വോട്ടെടുപ്പ് നടക്കും. ഒപ്പം തന്നെ ഒഡീഷയിലെ പ്രധാനപ്പെട്ട സീറ്റുകളിലടക്കം നാളെ വോട്ടെടുപ്പ് നടക്കുന്നു. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. പ്രധാനമായും രാജ്യത്തിന്റെ ആര് ഭരിക്കണം എന്നതിനടക്കം സ്വാധീനിക്കുന്ന വളരെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെ വോട്ടെടുപ്പിനാണ് നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും നാളെ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരിക്കൽ കൂടി എം സന്തോഷിലേക്ക് പോകേണ്ടതുണ്ട്. സന്തോഷ്, ഇപ്പോൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിലെ നിശബ്ദ പ്രചരണത്തിന്റെ സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാം. കാരണം ഏകദേശം 42 ദിവസത്തോളം നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കുകളിലാണ് സ്ഥാനാർത്ഥികൾ. ഏത് രീതിയിലാണ് ഈ ഒരു നിശബ്ദ പ്രചരണത്തിന്റെ സമയത്ത് കണ്ണൂരിന്റെ രാഷ്ട്രീയ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക? ഇന്നലത്തെ കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞതോടെ ഏത് തരത്തിലുള്ള പ്രതീക്ഷകളാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്? മനു, ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് സമാപനമായി ഇന്നലെ കൊട്ടിക്കലാശമായതോടുകൂടി ഇന്ന് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥികൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെയും പാർട്ടി പ്രവർത്തകർ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുന്നതിന് അനുകൂലമായി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് തന്നെയാണ് പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്നത്. ഏതായാലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 99,107 പുതിയ വോട്ടർമാരാണ് ഉള്ളത്. ഈ വോട്ടർമാർ ആർക്ക് അനുകൂലമായി ചിന്തിക്കും എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനുള്ള ശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ കണ്ണൂർ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറും അതോടൊപ്പം തന്നെ LDF ക്യാമ്പും പ്രകടിപ്പിക്കുന്നത്. അതേസമയം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ ഉള്ളത്. കഴിഞ്ഞ തവണ മത്സരിച്ച K സുധാകരനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ പ്രകടമായിരുന്ന ഒരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ വളരെ കൃത്യമായ മേധാവിത്വം പ്രചരണത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടം മുതൽ ഇന്നലെ കൊട്ടിക്കലാശം വരെയും ആ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ഘടകങ്ങൾ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിച്ചുകൊണ്ട് വീടാന്തരം നിരവധി തവണ കയറിയിറങ്ങി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടിയും കൃത്യമായും തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനു, ശരി, എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ സജ്ജമാണ്. വിശദാംശങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ വേഗം തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക്. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ സമഗ്രമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മേഘ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മേഘ, കോഴിക്കോട്ടെ ഇപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വോട്ടിംഗ് മെഷീനും വിവിപാറ്റ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങളുടെ വിതരണം ഏത് രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ എന്തൊക്കെ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്? മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിലായി അതത് കേന്ദ്രങ്ങളിൽ വെച്ചാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 7 കേന്ദ്രങ്ങൾ, അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അവിടേക്കുള്ള പോളിംഗ് സാമഗ്രികൾ അതത് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. കോഴിക്കോട് നോർത്തിലെ പോളിംഗ് സാമഗ്രികൾ JDTയിലും കോഴിക്കോട് സൗത്തിലേത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലും വെച്ചാണ് വിതരണം ചെയ്യുക. 8 മണിക്ക് ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതത് പോളിംഗ് ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരാണ് ഈ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുക. അതിനുശേഷം പോലീസ് സംരക്ഷണത്തോടെയാണ് അതത് ബൂത്തുകളിലേക്കും നീങ്ങുക. ഏതായാലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 1150 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. അതിൽ തന്നെ പ്രശ്ന ബാധിത ബൂത്തുകൾ ഉണ്ട്. കോഴിക്കോട് 537ഓളം മൈക്രോ ഒബ്സർവർമാരെയാണ് ബൂത്തുകൾ
ബൂത്തുകളിൽ നിയോഗിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ തന്നെയും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇത് ആദ്യമായി നിലവിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഉള്ളത്. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനായി ജില്ല ഒരുങ്ങുന്നത്. ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പുരുഷ വോട്ടർമാരെക്കാളും കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ഉള്ളത്. 7 സ്ത്രീ സൗഹൃദ ബൂത്തുകളും ഒപ്പം തന്നെ മറ്റ് 145ഓളം മൈക്രോ ഒബ്സർവർമാരെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 301 പ്രശ്നബാധിത ബൂത്തുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. അവിടേക്കായി തന്നെ മൈക്രോ ഒബ്സർവർമാരെയും ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഒക്കെ തന്നെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കും. പോളിംഗ് സാമഗ്രികൾ മേഘയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കോഴിക്കോട് ആരംഭിക്കുന്നതേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവിടെ പോളിംഗ് സംവിധാനങ്ങളുടെ വിതരണം അതിന്റെ വളരെ പുരോഗമിക്കുന്ന രീതിയിലേക്ക് പോകും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷാജി, ആലപ്പുഴയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചോ? എത്രയധികം ഉദ്യോഗസ്ഥരാണ് ആലപ്പുഴ ഒപ്പം തന്നെ മാവേലിക്കര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളത്? മറ്റ് സുരക്ഷാ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഏതു വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്? സമഗ്രമായ വിവരങ്ങൾ എന്താണ്? ആരിഫിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കലാശത്തിന് ശേഷമുള്ള ഈ കാത്തിരിപ്പ് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ 3 തവണയായിട്ടുള്ള കാത്തിരിപ്പാണ്. എങ്ങനെ കാണുന്നു ഈ പുതിയ കാത്തിരിപ്പ് പാർലമെന്റിലേക്ക്? കാത്തിരിപ്പ് സമയം കുറച്ച് ദിവസം ഇങ്ങനെ ഈ പിന്നെന്താ പറയുക, ഇപ്പോൾ 1.25 മാസമായിട്ട് നേരെ വളരെ കുറച്ച് ദിവസം ഒന്ന് ഉറങ്ങിയിട്ടുള്ളൂ. ആകെ ഒരു കൂടി വന്നാൽ ഒരു 3 മണിക്കൂർ കഷ്ടിച്ചാണ് ഉറക്കം. പിന്നെ ഈ തിളച്ച ചൂടൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഒരു ദിവസം കിടന്ന് ഉറങ്ങണം, എന്തും വരട്ടെ, ഫോണൊക്കെ ഓഫാക്കി വെച്ച്. പക്ഷെ നടക്കില്ല, അതെന്നെ കൊണ്ട് നടക്കത്തില്ല. എൻ്റെ ഭാര്യ പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാണെന്നുള്ള വിവരം LDF തീരുമാനം അറിയിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിലേക്ക് പോകുന്നതല്ല, എല്ലാ മരണത്തിനും കല്യാണത്തിനും പോകേണ്ടി വരത്തില്ല, ഇച്ചിരി റിലാക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞ ഒരു കയറ് മേടിച്ച് കയ്യിലും കാലിലും കൂടെ കെട്ടി ഇവിടെ ഏതെങ്കിലും തൂണെ കെട്ടിയിട്ടാൽ നടക്കും. അതൊന്നും പറഞ്ഞ് എന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മത്സരിച്ചു എന്നാണ് ഭാര്യ പറഞ്ഞത്. അത് തന്നെ. അപ്പോൾ ഉറക്കമൊന്നും നടക്കാൻ പോണേ. ഞാൻ 24-ാം തീയതി 11 മണിക്ക് ഉദ്ഘാടനം കൊടുത്തിട്ടുണ്ട്, വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ ഇങ്ങനെ ഡെയിലി ആക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അതല്ലാതെ റിസൾട്ട് വരുമ്പോൾ വരും, നല്ല ഭൂരിപക്ഷം ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇതിപ്പോൾ ഈ ആരിഫ് ഈ 3 തവണയും ഇവിടെ അരൂർ ജയിച്ചതിന് ശേഷം ആലപ്പുഴ വീട്ടിലെത്തിയാൽ ഒരു 7 മണിക്ക് ശേഷം ആരിഫിനെ കാണാറില്ല എന്നുള്ളതാണ് പൊതുവെ പൊതുപ്രവർത്തകർ പറയുന്നത്. അതെന്താണ്? രാവിലെ 7 മണിയെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കടപ്പുറത്ത് നടക്കാൻ പോകുമായിരുന്നു. പിന്നെ ഇവോൾവിൽ പോയി പിന്നെ അത്യാവശ്യം ഹെൽത്ത് വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അത് രാവിലെ 5-5:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകും അവർ. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് നടന്നിട്ടില്ല. കാര്യം ആകെ തിരക്കോടുകൂടി തിരക്കിയ നിയമസഭാ സമ്മേളനത്തെല്ലാം വന്നുകൂടി നിർത്തിവെച്ചതാണ്. പിന്നെ ടൂറ് പോയി, നിയമസഭാ കമ്മിറ്റിയുടെ എല്ലാം കൂടെ ആകെ മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു 5 മരണമെങ്കിലും വിളിച്ചു പറയും. രാവിലെ എൻ്റെ റൂട്ട് തെറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിളിച്ചു പറയലാണ്. ഇപ്പം നേരെ അങ്ങോട്ടങ്ങ് പോകും. പിന്നെ അങ്ങനെ ഇവിടെ ഒരു റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചാൽ പോലും അല്ലെങ്കിൽ കല്യാണം നടന്നാൽ അവരുടെ വീട്ടിലേക്കും പോകാറില്ല. അവർ ഭാര്യയോ മക്കളെയൊക്കെ പറഞ്ഞു വിടും. അവിടെ ഞാൻ അവിടെ ഇവിടെ ഒരെണ്ണത്തിന് നിന്നാൽ അവിടെ 5 എണ്ണം പോകും. അപ്പോൾ നാളെ അങ്ങോട്ടങ്ങ് പോകും. അതാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ ആയിപ്പോയി. ഈ മണ്ഡലത്തിലോണ്ട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ ലാസ്റ്റ് ഘട്ടത്തിൽ? 101%. അവർ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം തരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഏറ്റവും ഒടുവിലായിട്ട് എന്ത് തോന്നുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല ഭൂരിപക്ഷത്തിൽ ചെയ്യും, ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ചെയ്യും. VS പറഞ്ഞ ഭൂരിപക്ഷം കവിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ നിശബ്ദ പ്രചരണം നടക്കുന്ന ഇന്ന് വളരെയധികം ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ
ഒരുക്കങ്ങളും ചില സ്ഥലങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ പകുതിയോളം സാധന സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മറുവശത്ത് മറ്റ് സ്ഥലങ്ങളിൽ സമഗ്രമായ രീതിയിൽ തന്നെ ഈ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, എന്താണ് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്? തിരുവനന്തപുരത്ത് ഇപ്പോൾ എങ്ങനെയാണ് പോളിംഗ് സാമഗ്രികളുടെയും ഒപ്പം തന്നെ മറ്റ് വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം എത്രയധികം ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിലേക്ക് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്? സുരക്ഷാ സംവിധാനങ്ങളുടെ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? തീർച്ചയായും മനു, തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം മണ്ഡലവും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലം, ഈ 2 മണ്ഡലങ്ങളിലായി ഈ നാളെ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവരുടെ എണ്ണമെന്ന് പറയുന്നത് 27.12 ലക്ഷം വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായ രീതിയിൽ പോളിംഗ് ബൂത്തുകൾ, ഇത്രയും പേർക്കായി ക്രമീകരിച്ചിരിക്കുന്ന പോളിംഗ് ബൂത്തുകളുടെ എണ്ണമെന്ന് പറയുന്നത് 2715 പോളിംഗ് ബൂത്തുകളാണ്. ഈ പോളിംഗ് ബൂത്തുകളിലേക്കെല്ലാമുള്ള സാമഗ്രികളാണ് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് സംഗീത കോളേജിലാണ്. ഇവിടെ നിയമമണ്ഡലത്തിലെ മാത്രം പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടക്കുന്നത്. ഇതിനോടകം തന്നെ പകുതിയിലധികം പോളിംഗ് സാമഗ്രികൾ ഇവിടെ നിന്നും പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇതിൽ ഉൾപ്പെടുന്ന ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന സാധന സാമഗ്രികൾ എന്ന് പറയുന്നത് ഒരു VVPAT മെഷീൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ബാലറ്റ് യൂണിറ്റ് ഉണ്ടാകും, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകും. ഇതിന് പുറമെയാണ് കയ്യിൽ പുരട്ടേണ്ട മഷി, അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ, വോട്ടർമാരുടെ കൃത്യമായ കണക്കുകൾ, അതിന്റെ വിശദാംശങ്ങൾ എന്നിവ അടങ്ങുന്ന കാര്യങ്ങൾ, ഇത്തരത്തിൽ എല്ലാം ഉൾപ്പെടുത്തി 24 ഇനം സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പോളിംഗ് ബൂത്തിലേക്ക്, ഓരോ പോളിംഗ് ബൂത്തിലേക്കും ഇവിടെ നിന്ന് സാധന സാമഗ്രികൾ പോകുന്നത്. അതിന്റെ നടപടികൾ സുഗമമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കുമുള്ള സാമഗ്രികളുമായി ഓരോരുത്തരും പോകുകയാണ്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇതിവിടെ കൺട്രോൾ റൂമുകളിൽ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് രാവിലെ കൺട്രോൾ റൂമുകൾ തുറന്നാണ് ഇതിപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഓരോ ബൂത്തുകളിലേക്കായി. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ ഏതായാലും ഇത്തരത്തിൽ ഓരോ പോളിംഗ് ബൂത്തുകളും കൃത്യമായ രീതിയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് ഇന്ന് പോളിംഗിന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ക്രമീകരിക്കും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ കെ വാസുകി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഈ രീതിയിൽ മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായതിനു ശേഷം കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ തന്നെയായിരിക്കും ഇവ സൂക്ഷിക്കപ്പെടുക. നാളെ രാവിലെ 5:30 തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും എത്തിക്കൊണ്ട് ഓരോ പോളിംഗ് ബൂത്തുകളിലും കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതായിരിക്കും. 6 മണിക്കാണ് മോക്ക് പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിംഗ് സമയം അനുവദിച്ചിട്ടുള്ളത്. 6 മണിയോടുകൂടി തന്നെ വോട്ടിംഗ് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇവയെല്ലാം വീണ്ടും ക്രമീകരിച്ച് വോട്ടെണ്ണൽ കേന്ദ്രമായ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെയാണ് 2 മണ്ഡലങ്ങളിലും, തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ മുഴുവൻ വോട്ടിംഗ് സാമഗ്രികളും സൂക്ഷിക്കുക. അതിന് വോട്ടെടുപ്പിന് ശേഷം തുടർന്ന് 1 മാസം 23-ാം തീയതി മാത്രമായിരിക്കും അവിടുത്തെ കൺട്രോൾ റൂമുകൾ തുറക്കുക. അതിനും കർശനമായ സുരക്ഷാ സംവിധാനം സംസ്ഥാന പോലീസിന്റെ, അതിന് പുറമെ CRPF ഉണ്ട്, BSF ഉണ്ട്. ആ രീതിയിൽ കേന്ദ്രസേനയുടെ ഉൾപ്പെടെയുള്ള സുരക്ഷയാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പരിശോധിക്കുമ്പോൾ ജില്ലയിൽ മാത്രമായി 738 പ്രശ്നസാധ്യത ബൂത്തുകളാണ് നിലനിൽക്കുന്നത്. അതിൽ 97 എണ്ണം അതീവ പ്രശ്നസാധ്യത ബൂത്തുകളാണ്. ഈ ഒരു സാഹചര്യത്തിൽ 132 ബൂത്തുകളിലാണ് ഏതായാലും ഇപ്പോൾ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനം 231ഓളം ബൂത്തുകളിലേക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ബൂത്തുകളിലും ഓരോ ബൂത്തുകളും പ്രത്യേകമായി തന്നെ പോളിംഗ് സാമഗ്രികൾ എത്തി അവിടെയും അതെല്ലാം ക്രമീകരിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു. ശരി ഷീജയിലേക്ക് ഏതായാലും വരും സമയങ്ങളിൽ എത്താം. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ, വോട്ടിംഗ് മെഷീന്റെയും ഒപ്പം തന്നെ VVPAT സംവിധാനങ്ങളുടെയും ഒക്കെ വിതരണം വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം അവർ പോളിംഗ് ബൂത്തുകളിലേക്ക്, അവർക്ക് ജോലി ഏർപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും. നാളെ രാവിലെ 6 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് നടക്കും. ഏകദേശം രാവിലെ 5 മണിയോടുകൂടി തന്നെ എല്ലാ സംവിധാനങ്ങളും റെഡിയാകും. അതിനനുസരിച്ചുള്ള
അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏകദേശം പൂർണ്ണമായി പൂർത്തിയാകുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതായത് ഈ ഒരുപക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പിയായ വടകര ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള മത്സരമാണ് അവിടെ ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത്. പി ജയരാജനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. പി ജയരാജനുമായി ഞങ്ങളുടെ മലബാർ റീജിയണൽ മേധാവി PV കുട്ടൻ നടത്തിയ മുഖാമുഖം കാണാം. നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി പി ജയരാജൻ. ഇപ്പോൾ പി ജയരാജൻ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. വളരെ വടകരയിൽ വലിയ മേൽക്കോയ്മ തന്നെ LDF സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കുട്ടിക്കലാശടക്കം ആ ആവേശം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എങ്ങനെയാണ് LDFന്റെ ഒരു പ്രതീക്ഷകൾ? ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത്തവണ വടകര LDF തിരിച്ചു പിടിക്കുമെന്നാണ്. ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഭൂരിപക്ഷത്തോടെ വടകരയിൽ LDF ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാനാവും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ഇവിടെ വ്യക്തികളെ ബന്ധപ്പെട്ട് വോട്ട് നൽകുന്നതിന് വേണ്ടി ഉള്ള അഭ്യർത്ഥന നടത്തുന്ന പ്രവർത്തനത്തിലാണ് ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. ചില സ്ഥാപനങ്ങളും അവിടുത്തെ തൊഴിലാളികളെയും ജീവനക്കാരെയും കാണുന്ന പ്രവർത്തനവും ഇന്ന് നടത്തും. പരമാവധി വ്യക്തികളെ ബന്ധപ്പെടാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് LDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തൊക്കെ ഘടകങ്ങൾ വടകരയിൽ അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ LDFനൊപ്പമില്ലാത്ത ലോക് താന്ത്രിക് ജനതാദൾ അത് വളരെ സജീവമായിട്ട് ഇപ്പോൾ LDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് LDFന് വളരെ അനുകൂലമായിട്ടൊരു ഘടകമാണ്. UDF ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ താഴേക്കടയിലുള്ള പ്രവർത്തകരടക്കം ഇന്ന് സജീവമായി മുഴുവൻ സമയ പ്രവർത്തകരായിട്ടാണ് LDFന് വേണ്ടി LJDയുടെ പ്രവർത്തകന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ LDF സർക്കാരിൻ്റെ നയങ്ങൾ നടപടികൾ അത് പൊതുസമൂഹത്തിനകത്ത് LDFന് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ അനുകൂല ഘടകങ്ങളാണ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. BJP വോട്ടുകൾ UDFന് മറിച്ചു നൽകുന്നു എന്നുള്ളൊരു വ്യാപകമായ പ്രചാരണം ഈ മണ്ഡലത്തിലും കേരളത്തിൽ പൊതുവെയും ഉണ്ട്. അത് LDF തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? അല്ല, അത് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതനിരപേക്ഷത അംഗീകരിക്കുന്നവരാണ്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജനങ്ങൾ. അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെയും സമന്വയ മനോഭാവത്തോടു കൂടി സമീപിച്ച സൂഫി പണ്ഡിതന്മാർ, അവരാണ് ഇസ്ലാം മതം ആദ്യകാലത്ത് പ്രചരിപ്പിച്ചത്. ആ സൂഫിസത്തിൻ്റെ പാരമ്പര്യം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് BJP, കോൺഗ്രസ്, ലീഗ് ഇവയെല്ലാം കൂട്ടുകെട്ടി മത്സരിച്ചാലും ഇവിടെ ഇടതുപക്ഷം ജയിക്കും. 90 മുതൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ BJPക്ക് സ്ഥാനാർത്ഥിയുണ്ട്. അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ BJP സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടുകൾ എത്രയായിരിക്കും എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനാവും. ആ BJP വോട്ടുകൾ സമാഹരിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഗൂഢപദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. BJP അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ CPM വിരുദ്ധ പ്രചരണം അത് ഒരു CPM വിരുദ്ധ ജ്വരമാക്കി മാറ്റി പരമാവധി BJP വോട്ടുകൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തിക്ക് ചിഹ്നത്തിൽ കുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് കോൺഗ്രസും ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാവിധ ആശംസകളും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന വടകരയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് പി ജയരാജൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. വടകരയിൽ നിന്നും ക്യാമറമാൻ അൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. മറ്റു വിശദാംശങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. വയനാട്ടിൽ നിന്ന് അനൂപ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അനൂപ്, വയനാട്ടിൽ ഇപ്പോൾ എങ്ങനെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ വയനാട്ടിൽ ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ഒപ്പം
മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടി. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? മറ്റ് വിവരങ്ങളൊക്കെ എന്താണ്? വയനാട്ടിൽ കൊട്ടിക്കലാശം കഴിഞ്ഞു. നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കുകളിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലേക്കും കടക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ SKMJ സ്കൂൾ പരിസരത്താണ്. കൽപ്പറ്റ SKMJ സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ വിതരണവും മറ്റും സംഘടിപ്പിച്ചിരിക്കുന്നത്. കൽപ്പറ്റ SKMJ സ്കൂളിലെ LP സ്കൂളിൽ ഇപ്പോൾ മാനന്തവാടി ബത്തേരി മേഖലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ വിൽപ്പനയ്ക്ക് കാത്തു നിൽക്കുകയാണ്. അതിന്റെ വിതരണത്തിന് കാത്തു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർ. ജില്ലയിൽ വയനാട് മണ്ഡലത്തിൽ 13,311 പോളിംഗ് ബൂത്തുകളാണ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 73 ബൂത്തുകളാണ് ഇത്തരത്തിൽ അതീവ സുരക്ഷയുള്ള ബൂത്തുകളായിട്ടുള്ളത്. ഇത് പ്രധാനമായും മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന മേഖലകളാണ്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ വലിയ സുരക്ഷാ ഭീഷണികൾ നിലനിന്നിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സാഹചര്യമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 73 ബൂത്തുകളെ അതീവ സുരക്ഷ പ്രാധാന്യമുള്ള മേഖലകളാക്കി തിരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 23 ബൂത്തുകൾ സദാസമയവും ഈ ക്യാമറയുടെ നിരീക്ഷണത്തിലുമായിരിക്കും. 73 ബൂത്തുകളെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിരീക്ഷിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സാഹചര്യം. ഏതായാലും മാനന്തവാടി, കൽപ്പറ്റ തുടങ്ങിയ മേഖലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ വിതരണം ഇപ്പോൾ കൽപ്പറ്റ സ്കൂളിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ LP സ്കൂളിൽ കൽപ്പറ്റ SKMJ സ്കൂളിന്റെ LP വിഭാഗം ഇവിടെയാണ് ബത്തേരി മേഖലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. ഇത് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ വിതരണം ആരംഭിക്കും. ഈ 5 യൂണിറ്റ് കേന്ദ്ര സായുധ സേനകളുടെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വയനാട് ഇപ്പോൾ ഉള്ളത്. അതീവ സുരക്ഷ ഇക്കാര്യങ്ങളിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോട് കോഴിക്കോട്, അതോടൊപ്പം തന്നെ വണ്ടൂര്, നിലമ്പൂർ, ഏറനാട് തുടങ്ങിയ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മണ്ഡലങ്ങൾ കൂടി, നിയമസഭാ മണ്ഡലങ്ങൾ കൂടി വയനാട് ലോക്സഭാ മണ്ഡല പരിധിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ പ്രധാനമായും വണ്ടൂർ, അതുപോലെ തിരുവമ്പാടി തുടങ്ങിയ മേഖലകളിൽ കൂടി മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് ഈ മേഖലകളിൽ കൂടി വലിയ തോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. 72 പോളിംഗ് ബൂത്തുകൾ അതീവ സുരക്ഷയിലാണ്. ഇതിൽ വണ്ടൂരും തിരുവമ്പാടിയും ഉൾപ്പെടെയുള്ള പോളിംഗ് ബൂത്തുകളിലും അവിടെയുള്ള പോളിംഗ് ബൂത്തുകളുണ്ട്. 13,313 പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിൽ ആകെ ഉള്ളത്. ഇതിൽ മാതൃകാ ബൂത്തുകളായി 49 ബൂത്തുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഹരിത ചട്ടം അല്ലെങ്കിൽ പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദപരമായുള്ള ഇലക്ഷൻ നടപടികൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ആ രീതിയിലാണ് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു വരുന്നത്. അല്പസമയത്തിനകം കൽപ്പറ്റയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടക്കും. ഇപ്പോൾ കൽപ്പറ്റ, മാനന്തവാടി മേഖലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണമാണ് നടക്കുന്നത്. ബത്തേരി മേഖലയിലേക്കുള്ള വിതരണം കൽപ്പറ്റ SKMJ സ്കൂളിൽ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം അത് ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിന്റെ പൂർണ്ണ സജ്ജീകരണമായി അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടക്കുവാൻ. ശരി അനൂപ്, അനൂപിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മേഘ ചേരുന്നുണ്ട് പുതിയ വിശദാംശങ്ങൾ നൽകാനായി. മേഘ, എന്താണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക? അവിടുത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ കോഴിക്കോട് നിന്നുള്ള ഒരു സാഹചര്യം? സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8 മണിയോടെ തന്നെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ കേന്ദ്രങ്ങളാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. കോഴിക്കോട് നോർത്തിലേത് JDTയിലും ഒപ്പം തന്നെ കോഴിക്കോട് സൗത്തിലേത് മലബാർ ക്രിസ്ത്യൻ കോളേജിലും വെച്ചാണ് വിതരണം ചെയ്യുന്നത്. രാവിലെ 8 മണി മുതൽ തന്നെ അതിൻ്റെതായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരാണ് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്നത്. അതിനുശേഷം പോളിംഗ് സാമഗ്രികൾ പോലീസിന്റെ സുരക്ഷയോടെ തന്നെ അതത് ബൂത്തുകളിൽ എത്തിക്കുന്നു. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് വോട്ടെടുപ്പിനായി ജില്ല ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും രാവിലെ 8 മണി മുതൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ വിവിധ സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ തന്നെയും എത്തിച്ചേർന്നിരുന്നു. 1150 ബൂത്തുകളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ പ്രശ്ന ബാധിത ബൂത്തുകൾ ഒക്കെ തന്നെയുണ്ട്.
ഇത്തവണ ആദ്യമായി വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇവിടെ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മൈക്രോ ഒബ്സർവർമാരെയും വിവിധ ബൂത്തുകളിൽ നിയമിച്ചിട്ടുണ്ട്. കാരണം അതീവ പ്രശ്നബാധിത ബൂത്തുകൾ, മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകൾ, പ്രശ്നബാധിത ബൂത്തുകൾ എന്നിവയാണ് ഉള്ളത്. അവിടെയൊക്കെ തന്നെയും മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. 537ഓളം മൈക്രോ ഒബ്സർവർമാരെയാണ് ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. 145ഓളമാണ്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ 145 മൈക്രോ ഒബ്സർവർമാർ നിലവിൽ ഏതായാലും പരിശോധനകൾക്കായി ഉണ്ടാവും. പ്രശ്നബാധിത ബൂത്തുകൾ കണക്കിലെടുത്താണ് ഇത് ആദ്യമായി തന്നെ വെബ്കാസ്റ്റിംഗ് എന്ന സംവിധാനം ബൂത്തുകളിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഏതായാലും ശക്തമായ സുരക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനായി ജില്ല ഒരുങ്ങിയിരിക്കുന്നത്. 7 സ്ത്രീ സൗഹൃദ ബൂത്തുകൾ ജില്ലയിൽ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട്. ഏതായാലും ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘയാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ മലപ്പുറത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മലപ്പുറത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് KT സ്വാലി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സ്വാലി, മലപ്പുറത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണം അടക്കമുള്ള അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ തിരക്കിലാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, സമഗ്രമായ ചിത്രം എന്താണ്? മനു, നമുക്കറിയാം 1.5 മാസം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന് ഇന്നലെയാണ് സമാപനമായത്. അതേ ആവേശം ഇന്ന് നിശബ്ദ പ്രചരണത്തിലും ഉണ്ട് എന്ന് പറയാം. സ്ഥാനാർത്ഥികളെല്ലാം വിവിധ പ്രമുഖ നഗരത്തിലെ മണ്ഡലത്തിലെ പ്രമുഖരെയെല്ലാം കണ്ട വോട്ട് തേടുകയാണ്. ഒപ്പം ആരാധനാലയങ്ങൾ അതുപോലെയുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ ഇങ്ങനെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് അദ്ദേഹത്തിന്റെ പണക്കാട് മേഖലയിലുമാണ് UDF സ്ഥാനാർത്ഥി ഉള്ളത്. LDF സ്ഥാനാർത്ഥി VP സാനു ഇന്ന് പെരിന്തൽമണ്ണയിലും അതിനുശേഷം മങ്കട, കൊണ്ടോട്ടി ഭാഗങ്ങളിലുള്ള വോട്ടർമാരെയാണ് കാണുന്നത്. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെ സ്ക്വാഡ് വർക്കുകളെല്ലാം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതിന്റെ ഒരുക്കങ്ങളാണ് മലപ്പുറത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ്. ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 31.37 ലക്ഷം വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇതിൽ 31,36,191 പുരുഷ വോട്ടർമാരുണ്ട്. 8 മൂന്നാം ലിംഗക്കാരും 84,438 കന്നി വോട്ടർമാരും ഇത്തവണ മലപ്പുറം ജില്ലയിലുണ്ട്. നമുക്കറിയാം ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു സമയം മലപ്പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം, തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ് മലപ്പുറത്ത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ മുത്തലാഖ് തെരഞ്ഞെടുപ്പ് ബില്ല് സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യമെല്ലാം വലിയ തോതിൽ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF മണ്ഡലത്തിൽ ഉള്ളത്. മനു. ശരി സ്വാതി, ഒപ്പം തന്നെ ഇത്രയധികം വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ്. പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വിന്യസിച്ചിട്ടുള്ളത്? എത്രമാത്രം പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവരെയാണ് സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചിരിക്കുന്നത് സ്വാലി? 2750 പോളിംഗ് സ്റ്റേഷനുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇതിലേക്കായി 13,204 പോളിംഗ് ഉദ്യോഗസ്ഥർ മലപ്പുറത്തുണ്ട്. അവരാണ് ഇപ്പോൾ ഈ സാമഗ്രികളെല്ലാം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 76 പ്രശ്നബാധിത ബൂത്തുകളാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. ഇവിടെ വെബ്കാസ്റ്റിങ്ങും അതുപോലെ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തിലാണ്. ഇത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം താനൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. ഈ ഭാഗത്തും വലിയ സുരക്ഷ, മത്സ്യത്തൊഴിലാളി മേഖലയിലെല്ലാം വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെല്ലാം ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ താനൂർ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് താനൂർ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്.
ഏറ്റവും കുറവ് മണ്ഡലത്തിൽ വോട്ടർമാരുള്ളതും താനൂരിലാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം നിയോജക പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മനു, ശരി. കെ ടി സ്വാലിഹാണ് വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് നൽകിയത്. മലപ്പുറത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ്, അതായത് 2 മണ്ഡലങ്ങൾ പൊന്നാനിയും മലപ്പുറവും. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഏകദേശം 2 മണ്ഡലങ്ങളിലുമായി 31 ലക്ഷത്തിലേറെ വോട്ടർമാരുള്ള ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ അടക്കമുണ്ട്. വളരെ സമഗ്രമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വോട്ടിംഗ് മെഷീനും വിവിപാറ്റ് മെഷീനും അടക്കമുള്ള സംവിധാനങ്ങളുടെ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മഞ്ചേരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമുള്ളത്. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ അതിന്റെ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമാകും. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നാളത്തെ വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മലപ്പുറം ജില്ലയിലും പൂർണ്ണമായി വരികയാണ്. അതിനുള്ള കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് സ്വാലിഹ മഞ്ചേരിയിൽ നിന്നും നൽകിയത്. സജീവമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മലപ്പുറം. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും യുവജന സ്ഥാനാർത്ഥി VP സാനുവാണ് മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ നേരിടാൻ വേണ്ടി രംഗത്ത് ഉള്ളത്. വലിയ പ്രതികരണമാണ് VP സാനുവിന് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ സാനുവുമായി നടത്തിയ ചെറിയൊരു മുഖാമുഖം കാണാം. പരസ്യ പ്രചരണത്തിന്റെ സമയം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. LDF സ്ഥാനാർത്ഥി VP സാനുവാണ് നമ്മോടൊപ്പം. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ട പരസ്യ പ്രചരണത്തിന്റെ ഒരു റെസ്പോൺസ്? ഒരു മാസമല്ല, 1.5 മാസം. കാരണം ഇന്ന് 45ാമത്തെ ദിവസമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് 9-ാം തീയതിയാണ്, മാർച്ച്. വളരെ ആവേശം. ഓരോ ദിവസവും തോറും ആളുകളുടെ പിന്തുണ വർദ്ധിക്കുകയും ഓരോ മിനിറ്റിൽ എന്നുള്ള രൂപത്തിലേക്ക് പിന്തുണ വർദ്ധിക്കുന്ന സ്ഥിതിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തി. കലാശക്കൊട്ടിലും ഏറ്റവും നന്നായി ഈ മണ്ഡലത്തിൽ കലാശക്കൊട്ടിൽ അതിൻ്റെ ഒരു പ്രകടനപരമായിട്ടുള്ള എല്ലാം കാണിച്ചത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ ഇപ്പോൾ മലപ്പുറത്തുൾപ്പെടെ UDF വലിയ അവർ തന്നെ വലിയ നിരാശരായി പോകുന്ന രൂപത്തിലേക്ക് അവരുടെ കുട്ടിക്കലാശം മാറുകയും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ കുട്ടിക്കലാശം മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം, ഇനി വെറും മണിക്കൂർ മാത്രമാണ് ഇതുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ? ഇന്ന് ഇവിടെ മങ്കട മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഇനി ഇങ്ങനെ പരമാവധി എല്ലാ മണ്ഡലത്തിലും കുറച്ച് സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ മാത്രം സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് നേരത്തെ എത്തിയിട്ടില്ല എന്നുള്ള പ്രയാസമുള്ള അങ്ങനത്തെ പ്രധാനപ്പെട്ട എത്തിച്ചേരേണ്ട ഇടങ്ങൾ, അത്തരം ചില സ്ഥലങ്ങൾ, അവിടെയുള്ള ആളുകളുടെ വീടുകൾ, അത്തരം കുറച്ച് ആളുകളെ പോയി കാണുക എന്നുള്ളതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും എത്തുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ കണ്ട ഒരു LDFന്റെ വലിയൊരു ആവേശം നഗരത്തെ ഇളക്കി മറിച്ചുള്ള, ഒരുപക്ഷെ നേരത്തെ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു കലാശക്കൊട്ടൊന്നും മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വലിയൊരു പ്രതീക്ഷ, മലപ്പുറം ചുവന്നു തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ടോ? തീർച്ചയായും മലപ്പുറം ചുവക്കുന്നതിൻ്റെ സൂചനകളാണ് ഇന്നലെ കണ്ടതല്ല. അത്രയും ആവേശത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. അത് മലപ്പുറം ടൗണിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും അത്തരത്തിലുള്ള വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് റൂട്ടുകൾ നടത്തിയ സ്ഥലത്തെല്ലാം. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ റോഡ് ഷോ തുടങ്ങുന്നത് മേലാറ്റൂരിൽ നിന്ന് തുടങ്ങുന്ന 6 മണിക്കാണ്. ആ സമയത്ത് പോലും ആളുകൾ വരുന്ന സ്ഥിതിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ആവേശത്തിലാണ് എന്നുള്ളത് അത് കൃത്യമായി വോട്ടായി മാറുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഈ പ്രചാരണ സമയത്ത് രാജ്യത്തിന് പുറത്തൊക്കെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, പ്രകാശ് രാജിനെ പോലുള്ള പ്രമുഖരെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സാനു ജയിക്കേണ്ട ഒരു സാധ്യതയെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എത്രമേൽ LDFന് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട് മലപ്പുറത്ത്? ഈ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്താണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായും ആ രാഷ്ട്രീയം പരിപൂർണമായും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടുള്ള എല്ലാ അനീതികൾക്കും എതിരായിട്ടുള്ള സമരങ്ങളുടെ എല്ലാം മുന്നിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. അത് കർഷകരുടേതാവാം, തൊഴിലാളികളുടേതാവാം, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും മറ്റ് മതന്യൂനപക്ഷങ്ങളുടെയും ആദിവാസി ദളിതരുടെയും ഒക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ട്, വ്യാപാരി വ്യവസായികളുടെയൊക്കെ. എല്ലാ സമരത്തിലും ഉണ്ടായിരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അത് പാർലമെൻറ്റിനകത്ത് നോക്കിയാലും കൃത്യമായി ഇടപെട്ടത് ഇടതുപക്ഷമാണ്. ഇന്ത്യയിലെ ഏതെല്ലാം നിയമസഭകളിൽ പ്രാതിനിധ്യമുണ്ടോ അവിടങ്ങളിലെല്ലാം പോരാടിയത് ഇടതുപക്ഷമാണ്. അത് കൃത്യമായി ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ
അതും കൃത്യമായി ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. തീർച്ചയായും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് ഇടതുപക്ഷത്തിന് VP സാനുവിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. പൊന്നാനി മണ്ഡലത്തിലേക്ക് പോയാൽ PV അൻവറാണ് അവിടെ ET മുഹമ്മദ് ബഷീറിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തുള്ളത്. ശക്തമായ പ്രചരണമായിരുന്നു. പ്രചരണ രംഗത്തടക്കം വലിയ മുൻതൂക്കം PV അൻവറിന് അവിടെ അവകാശപ്പെടാൻ കഴിയുമായിരുന്നു. വലിയ പിന്തുണയാണ് ലഭിച്ചത്. PV അൻവറുമായി നടത്തിയ ഒരു ചെറിയ മുഖാമുഖത്തിലേക്ക്. 1.5 മാസത്തെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ അവസാന വോട്ടറെയും നേരിൽ കാണാനോ അല്ലെങ്കിൽ അവരുടെ വോട്ടുറപ്പിക്കാനോ ഉള്ള ഒരു ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് പരമാവധി വോട്ടർമാരെ, വിട്ടുപോയ വോട്ടർമാരെ ഫോണിൽ വിളിച്ചും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും സ്വാഭാവികമായും വോട്ട് തേടുക. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ പൊന്നാനിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പുത്തൻവീട്ടിൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസമായി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. പ്രചരണമായിട്ട് പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് പൊന്നാനിയുടെ മനസ്സ്? പൊന്നാനിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കും. അതുതന്നെയാണ് പൊന്നാനിയുടെ മനസ്സ്. പൊന്നാനി ആകെ മാറിയിരിക്കുകയാണ്. പൊന്നാനിയിലെ ജനം ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പൊന്നാനി എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ യഥാർത്ഥത്തിൽ 20 മണ്ഡലങ്ങളിൽ 19 മണ്ഡലത്തിലും ഇടതുപക്ഷവും വലതുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇവിടെയും അങ്ങനെ ആയിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും തമ്മിലാണ്. ഈവൻ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ പോലും വലിയൊരു വിഭാഗം ഇടതുപക്ഷം ഉയർത്തിയ ഈ വികസന മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുകയാണ്. മതേതര മുദ്രാവാക്യം ബഹുജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവരെല്ലാം ഒന്നിച്ച് ഒരു കേന്ദ്രീകരിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു മനസ്സായി നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന, പ്രത്യേകിച്ചും മലബാറിലെ UDFൻ്റെ അടിത്തറ ഇളകുന്ന രാഷ്ട്രീയത്തിലേക്ക് പൊന്നാനിയിലെ രാഷ്ട്രീയം മാറും. അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് മനസ്സിലായതും ഞാൻ മനസ്സിലാക്കിയതും. വികസന രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്തു, ഒപ്പം വർഗീയതയും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തു. ഏതിനാണ് ഒരു മുൻതൂക്കം കിട്ടിയതെന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ഏശിയത് ഏതായിരിക്കുമെന്നാണ് താങ്കൾ തോന്നുന്നത്? രണ്ടും ഒരുപോലെയാണ്. പൊന്നാനിക്കാരെ സംബന്ധിച്ച് രണ്ടും വലിയ വിഷയങ്ങളാണ്. 42 വർഷം മതം പറഞ്ഞ് വോട്ട് വാങ്ങിയ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന തിരിച്ചറിവ് ജനങ്ങളിലുണ്ടായിട്ടുണ്ട്. എനിക്ക് 3 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ ഞാൻ നടപ്പിലാക്കിയ ഏകദേശം 500 കോടിയിൽ പരം രൂപയുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ കഴിയും. അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇത് രണ്ടും അവർ സെർച്ച് ചെയ്യുകയാണ്. സ്വാഭാവികമായും വികസനം ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന യുവജന സമൂഹത്തിൻ്റെ 95% വോട്ട് പോൾ ചെയ്യപ്പെടുന്നതിൻ്റെ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ പുതുതായിട്ടുണ്ട്. അതിൽ 95% വോട്ട് ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. താങ്കൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു, MLA സ്ഥാനം രാജിവെക്കുന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം, പ്രത്യേകിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് UDF ക്യാമ്പാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം എന്താണ് പറയുന്നത്? ഞാൻ രാജിവെക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ മെയ് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ PV അൻവറിനെ പൊന്നാനിയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കും. എനിക്ക് പാർലമെൻറ്റ് സ്ഥാനവും MLA സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അവസാനമായി എടുക്കുന്നത് പാർലമെൻറ്റ് കാൻഡിഡേറ്റ് എന്ന നിലക്കാണ് ജനങ്ങളോട് വോട്ട് ചെയ്യിക്കുന്നത്. സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും. ആ കാര്യം അത്രയും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പറഞ്ഞത്. PV അൻവർ MLA സ്ഥാനം രാജിവെക്കുകയും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പാർലമെൻറ്റിൽ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാൻ യാതൊരു തർക്കമില്ലേ. പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PV അൻവറുമായി നടത്തിയ അഭിമുഖത്തിന്റെ ദൃശ്യങ്ങളാണ്. അഭിമുഖമാണ്, ചെറിയൊരു മുഖാമുഖമായിരുന്നു, അതാണ് കണ്ടത്. തന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൊന്നാനി മണ്ഡലത്തിൽ എന്ത് മുദ്രാവാക്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ചിത്രം ഒരു ചെറിയ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷുമായി PV അൻവർ. ഏതായാലും സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്, നിശബ്ദ പ്രചരണത്തിന്റെ വാർത്തകളിലേക്ക്, പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി സംബന്ധിച്ച വാർത്തകളിലേക്ക്, മറ്റ് തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്കൊക്കെ തിരികെ എത്തേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത അല്പസമയത്തിനകം.